ഡ്രീം ഉണ്ടായതിനെ കൊണ്ട് നിങ്ങൾ എവിടെ എത്താൻ വേണ്ടി പോകണില്ല. എക്സിക്യൂഷൻ ഇല്ലാതെ ഈ തൊള്ളനോട് പറയാൻ ആർക്കും പറ്റും. ഹലോ ഗൈസ്, മൈ നെയിം ഈസ് മുഹമ്മദ് ജിഫ്രി. ഐ ആം ദ ഫൗണ്ടർ ആൻഡ് CC ഓഫ് എജ്യൂസോൾ. ഇന്ന് ഞങ്ങളടുത്തേക്ക് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ ഓഫീസാട്ടോ. ഓക്കെ, ഇതിപ്പോൾ നമ്മളെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഓഫീസാണ്. ഇതൊക്കെ എല്ലാവരും പോയി. ഓക്കെ, അതേപോലെ ഇതിപ്പോൾ അനദർ. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നവാസ് ഇത് ഷൂട്ടിങ്ങിലാണ്. ഇന്നിപ്പോൾ ഞങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഉണ്ടോ ഈ ഒരു ബ്രാൻഡ് കണ്ടങ്ങൾ എജ്യൂസോൾ. ഈ ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഇപ്പോൾ ഒഫീഷ്യലി പറയുകയാണെങ്കിൽ 5 കൊല്ലം നമ്മൾ ഇതിൻ്റെ ഉപയോഗത്തിൽ നമ്മൾ നടന്നിട്ടാണ് ഈ എജ്യൂസോൾ എന്ന ബ്രാൻഡ് ഇപ്പം നമ്മളിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഡ്രീമാണ്, എല്ലാവർക്കും ആവണം. എന്ത് അമ്മ തുറന്നതിൻ്റെ മുന്നേ നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഇത്ര നമുക്ക് പ്ലാനിങ് ഉണ്ടായിരിക്കണം, എന്നിട്ട് അതിൽ നമുക്ക് ഇത്ര ബഡ്ജറ്റ് കിട്ടണം, എന്നിട്ട് നമ്മൾ ഇതിനനുസരിച്ച് മാർക്കറ്റ് ചെയ്യും, 10 ലക്ഷം രൂപ നമുക്ക് ഇങ്ങനെ ചിലവാക്കണം, 20 ലക്ഷം രൂപ, ഇതൊക്കെയാണ് എല്ലാവരും മനസ്സിലുള്ളൂ. ശരിക്കും ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഇത് ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. സ്വപ്നം എല്ലാവർക്കും ഉണ്ട്, കാറ് വാങ്ങണം, ഇത് വാങ്ങണം, അതൊക്കെയാണ് എല്ലാവരും ചിന്ത. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണേന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ വാങ്ങണം, ഇതൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യേണ്ട കാര്യം. പക്ഷേ എല്ലാവരും 95% അബോ ആൾക്കാരും ഈ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യണില്ല. എക്സിക്യൂഷൻ ഇല്ലാതെ ഈ തൊള്ളനോട് പറയാൻ ആർക്കും പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് അറിയാം. നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ വലിയ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, നമ്മുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറങ്ങി തിരിച്ചതാണ്. ഓരോന്ന് ചെയ്യും, 0 കോസ്റ്റിൽ ഇറങ്ങി തിരിച്ചതാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എറേഴ്സുകൾ നികത്തിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടേക്ക് എജ്യൂസോൾ എന്ന ലെവലിലേക്ക് നമ്മൾ എത്തിയത്. ഈ ഒരു ഇത്ര കൊല്ലം കൊണ്ട് നമ്മൾ ഇന്നൊരു സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയത്. ഓക്കെ, നേരെ മറിച്ച് ഞാനും ഒന്ന് എൻ്റെ പാർട്ണർ മുനവറാണ്. മുനവറിനോട് പറയുകയാണ്, മുനവർ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണ്ട, നമുക്ക് ഇത്ര പൈസ കിട്ടട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഉണ്ടാവില്ല. നമ്മൾ ആ സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് കൊണ്ട് മാത്രം, കൺസിസ്റ്റൻ്റ് മീൻസ് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ചെയ്തത് കൊണ്ടും അതിനുണ്ടാവുന്ന ഡീമെറിറ്റ്സ് പഠിച്ച് അതിൽ കുറേ ആൾക്കാർ നമ്മളെ പറ്റിച്ച് അത് പഠിച്ച്, കുറേ ആൾക്കാർ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, കുറേ ആൾക്കാർ നെഗറ്റീവ്ലി താത്തി, ഇതൊക്കെ കണ്ടു വളർന്നത്. എല്ലാവർക്കും എന്താ അറിയോ, ഇതൊന്നും കേൾക്കരുത്. ആദ്യമേ ഫുൾ പൈസ കൊണ്ട് ഇറക്കിയിട്ട് ആദ്യം സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടി നിൽക്കും. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞില്ല, നിങ്ങൾക്ക് ഡ്രീം ഉണ്ടായതിനെ കൊണ്ട് നിങ്ങൾ എവിടെ എത്താൻ വേണ്ടി പോകണില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ കമ്പനിയിൽ ഒരു വർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സെയിൽസ്, അതിന് മാർക്കറ്റിംഗ്, അതിന് ഓപ്പറേഷൻസ് നിങ്ങൾ പഠിക്കാതെ ഫസ്റ്റ് തന്നെ ഓപ്പറേഷൻ ടീമിനെ നിങ്ങൾ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റം ബിൽഡ് ചെയ്ത് പോവാണ് ഫസ്റ്റ് തന്നെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും പറ്റിക്കാൻ ആ ബിസിനസ് അതിന്റെ കൂടെ കൂട്ടേണ്ടി വരും. ഇപ്പൊ എന്റെ കമ്പനിയിൽ A-Z കാര്യങ്ങൾ എനിക്കറിയാം, എന്റെ പാർട്ണറിന് അറിയാം. അപ്പോൾ എനിക്ക് എന്ത് വന്നാലും എന്റെ പാർട്ണർ എന്ത് വന്നു കഴിഞ്ഞാലും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഐഡിയാസ് നമുക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ എന്റെ കമ്പനി നാളെ എല്ലാവരും ഒഴിഞ്ഞു പോവാണ്, സെയിൽസിന്റെ ടീം ഒഴിഞ്ഞു പോവാൻ, ഞാൻ സെയിലാക്കും. ഓക്കെ, ഞാൻ HR കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യും, മുനവർ പ്രോപ്പറായിട്ട് ഫിനാൻസ് ഡീൽ ചെയ്യും, അക്കാഡമിക്സ് കാര്യങ്ങളോട് ഡീലാക്കും. അതിൻ്റെ വിശ്വാസം അത് നമ്മളാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ, കമ്പനി നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് വലിയ ഡ്രീമും വെച്ച് അത് നിന്നതിനെ കൊണ്ടാവില്ല. A-Z കാര്യം ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഇത് വീഡിയോ കാണുന്ന ആളാണ്, ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് തൊട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീമെറിറ്റ്സ് പഠിക്കുക. ഇല്ലെങ്കിൽ ഒരിക്കലും എക്സ്പീരിയൻസ് കിട്ടൂല. തോൽക്കട്ടടാ, തോൽക്കാനുള്ള ബിസിനസ്. ഞാൻ തോറ്റി പഠിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ വിത്തിങ്, ഞാൻ പറഞ്ഞുതരാം, വിത്തിങ് ഇപ്പൊ നമുക്ക് ഒരു കൊല്ലം കൊണ്ട് ഏകദേശം എല്ലാ കാര്യവും മനസ്സിലായി. പിന്നെ നമ്മൾ ചൂട് ഇങ്ങനെ വെച്ച് വന്നത് കൊല്ലാറുണ്ട്. കാരണം നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലായിരുന്നു. നമുക്കിങ്ങനെ നാട്ടിലായാലും എവിടെ ആണെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ചെയ്തോളി എന്ന് പറയാനൊന്നും ആരും ഇല്ലായിരുന്നു. കുറെ ആൾക്കാർ നെഗറ്റീവ്, അങ്ങനെ അറിയാം ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊതുവേ നാട്ടിലുണ്ടാവുകൊണ്ട് എന്തായിരിക്കും, ഇതും ചെയ്തിട്ട് കാര്യം സക്സസ് ആവില്ല. പക്ഷേ ഇന്ന് ആ പറഞ്ഞ പല ആളുകൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പല ആളുകളും ഇന്ന് ഇങ്ങോട്ടേ കണക്ഷൻസ് ചോദിച്ചു ഇങ്ങോട്ടേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ അന്നത്തെ ആ ഡ്രീമാണ്. നമ്മളെ ഡ്രീം വലുതേനി, അതിനനുസരിച്ച് നമ്മളന്ന് ആക്ടിവിറ്റി നമ്മൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. അപ്പൊ നിങ്ങളോട് പറയാം, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, തെറ്റി പഠിക്കുക, ഡ്രീമിന്റെ കൂടെ തന്നെ എക്സിക്യൂഷൻ മറക്കരുത്. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ പോകാന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് എന്താക്കും ലെവലിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനെക്കാട്ട് അടിപൊളി വീഡിയോസ് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.